സിനിമാ ലോകത്ത് ചില ചിത്രങ്ങളുണ്ടാവും, വെറും 2 മണിക്കൂറിൽ ഒതുങ്ങാത്തവ. അവ ഒരുപക്ഷെ ഒരു അനുഭവമായിരിക്കും, ഒരു വിസ്മയം, ഒരു സ്വപ്നം നമുക്ക് തുറന്നു കാട്ടുന്ന ഒരു പുതിയ ലോകം. അങ്ങനെ മലയാള സിനിമയുടെ ആകാശത്ത് ഇന്ന് ഉദിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ലോക. ഇത് വെറും സിനിമയല്ല, മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ ഒരു മറക്കാനാവാത്ത ദൃശ്യവിസ്മയമാണ്. ലോക എന്ന പേരിൽ തന്നെ ഒരു രഹസ്യമുണ്ട്, ഒരു അതിരില്ലാത്ത ആകാശം, ഒരു പ്രതിഭാസത്തിന്റെ വാതിൽപ്പടി തുറക്കുന്ന ഒരു ലോകം. ഡൊമിനിക് അരുൺ എന്ന യുവ സംവിധായകന്റെ ദൃശ്യകൽപ്പനകൾക്ക് അതിരുകളില്ലെന്ന് തെളിയിക്കുന്ന ഒരു ചിത്രം. മലയാള സിനിമയുടെ പരമ്പരാഗത രീതികളെ മറികടന്ന് ഹോളിവുഡിനോട് തന്നെ കിടപിടിക്കുന്ന ഈ ചിത്രം സാങ്കേതികതയിലും കഥ പറച്ചിലും അഭിനേതാക്കളുടെ പ്രകടനത്തിലും ഒരു ഗെയിം ചേഞ്ചറായി മാറിയിരിക്കുകയാണ്. ചിത്രം തുടങ്ങുന്ന നിമിഷം മുതൽ തന്നെ പ്രേക്ഷകൻ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്നു. സാധാരണ മലയാള സിനിമകളിൽ കാണുന്ന യാഥാർത്ഥ്യ ലോകമല്ലാതെ ഒരു ഫാന്റസി റിയലിസത്തിന്റെ ലോകം, ആധുനികതയും പാരമ്പര്യവും ചേർന്ന ഒരു മായിക ലോകം. ഡൊമിനിക് അരുൺ തന്റെ ക്യാമറയിലൂടെ കാണിച്ചിരിക്കുന്നത് സിനിമ എന്നത് വെറും കഥ പറച്ചിലല്ല, കലയുടെ അനന്ത സാധ്യതകളെ അന്വേഷിക്കുന്ന ഒരു യാത്രയാണെന്നതാണ്. ലോകയെ വേറിട്ട് നിർത്തുന്നത് അതിന്റെ മേക്കിംഗ് മികവ് തന്നെയാണ്. സിനിമയുടെ ഓരോ ഫ്രെയിമും, ഓരോ കട്ടും, ഓരോ പ്രകാശത്തിളക്കവും ഒന്നിനൊന്ന് മത്സരിക്കുന്ന സൗന്ദര്യ സമന്വയമാണ്. നിമിഷ് രവിയുടെ ക്യാമറയിൽ നിന്നുയർന്ന ഓരോ ദൃശ്യവും മാന്ത്രികമായ ഒരു കാഴ്ചയായി മാറുന്നു. അവിടെ പ്രകാശത്തിനും ഇരുട്ടിനും യാഥാർത്ഥ്യത്തിനും സ്വപ്നത്തിനുമിടയിൽ ഒരു അത്ഭുത സംഭാഷണമുണ്ട്. ക്യാമറ നീങ്ങുമ്പോൾ ആ ശാന്തതയിലും നിശബ്ദതയിലും നാം മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് ഒഴുകിപ്പോകുന്നു. കൃത്രിമത്വം ഒട്ടുമില്ലാതെ മലയാളികളുടെ മിത്തുകളെയും സൂപ്പർ ഹീറോ കഥകളെയും സുഗമമായി സംയോജിപ്പിച്ചിരിക്കുന്നു. ചില ഫ്രെയിമുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇത് മലയാള സിനിമയാണോ, ഹോളിവുഡാണോ? ഇത്രയും കുറഞ്ഞ ബജറ്റിൽ ഈ തരത്തിൽ VFX സൃഷ്ടിച്ചത് മലയാള സിനിമയുടെ ടെക്നിക്കൽ ടീമുകൾ എത്രത്തോളം വളർന്നു എന്ന് തെളിയിക്കുന്നു. JX ബിജോയുടെ സംഗീതം ഈ സിനിമയുടെ രക്തധാരയാണ്. ആക്ഷൻ രംഗങ്ങളിൽ ഹൃദയമിടിപ്പിനെ തൊട്ടുണർത്തുന്ന താളങ്ങൾ, മൃദുവായ വൈകാരിക രംഗങ്ങളിൽ ആത്മാവിനെ നനയ്ക്കുന്ന നാദങ്ങൾ. സിനിമയുടെ ഭാവന സംഗീതത്തിലൂടെയാണ് ജീവൻ നേടുന്നത്. ലോകയെ ചരിത്രപരമായി പ്രാധാന്യമുള്ളതാക്കുന്നത് ഇത് നായക കേന്ദ്രീകൃതമായ ഒരു സൂപ്പർ ഹീറോ ചിത്രമല്ല എന്നുള്ളതാണ്. ഇവിടെ കേന്ദ്രകഥാപാത്രം ഒരു സ്ത്രീയാണ്, ചന്ദ്ര. കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ച ചന്ദ്ര മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമാണ്. അവൾ മൃദുവും കരുത്തുള്ളവളുമാണ്. നിസ്സംഗതയുടെ മറവിൽ തിളങ്ങുന്ന പ്രതിരോധം അവളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആക്ഷൻ രംഗങ്ങളിൽ അവളുടെ ഭാവന, കണ്ണുകളിലെ അഗ്നി, കൈകളിലെ ചലനങ്ങൾ എല്ലാം ചേർന്ന് പുതിയ മലയാള വനിതാ സൂപ്പർ ഹീറോയുടെ ജനനമാകുന്നു. ഇത് വെറും സിനിമയിലെ കഥാപാത്രമല്ല, സമൂഹത്തിലെ സ്ത്രീ ശബ്ദത്തിന്റെ പ്രതീകമാണ് ചന്ദ്ര. തന്റെ അതിരുകൾ തകർത്ത് സ്വന്തം വഴിയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ രൂപം. അവളെ പിന്തുണയ്ക്കുന്ന നസ്ലിൻ അവതരിപ്പിച്ച സണ്ണി എന്ന കഥാപാത്രത്തിന്റെ കോമഡി പൂർണ്ണതയോടെ സിനിമയുടെ ഭാരം തുലനപ്പെടുത്തുന്നു. ചന്ദ്രയുടെ കരുത്തിനൊപ്പം സണ്ണിയുടെ നർമ്മം ചേർന്നപ്പോൾ ചിത്രം ഒരു പൂർണ്ണമായ വികാര സംഗീതമായി മാറി. ലോകയുടെ കഥ പഴയ മിത്തുകളും ആധുനിക ഫിക്ഷനുകളും ചേർന്നൊരു സാഹസിക പ്രയാണമാണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പുരാതന ശക്തി, അതിന്റെ അവകാശികളായ മനുഷ്യർ, അവരിൽ നടക്കുന്ന ആത്മസംഘർഷങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് സിനിമയുടെ നാഡി. ആദ്യ പകുതി പ്രേക്ഷകനെ ഈ ലോകത്തിലേക്ക് പരിചയപ്പെടുത്തുന്നു. തീർച്ചയായും അത് വേഗമുള്ള ഇൻട്രൊഡക്ഷൻ അല്ല, പക്ഷെ അതുകൊണ്ട് തന്നെ ആവശ്യമായ ആഴം നൽകുന്നുണ്ട്. രണ്ടാം പകുതിയിൽ കഥ വികാരത്തിലും ആക്ഷനിലും പൊട്ടിത്തെറിക്കുന്നു. അവിടെ സിനിമാ കലയുടെ എല്ലാ ഘടകങ്ങളും ചേർന്നിറങ്ങുന്ന ഒരു വിസ്മയാവസ്ഥ. ലോക വെറുമൊരു ഫാന്റസി അല്ല, അത് പറയുന്നത് മനുഷ്യന്റെ അകത്തെ യുദ്ധങ്ങളെയാണ്. നന്മയും ദുഷ്ടതയും, പ്രതീക്ഷയും നിരാശയും, പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള അങ്ങേയറ്റത്തുള്ള സംഘർഷം. ചന്ദ്ര എന്ന കഥാപാത്രം ഈ യുദ്ധത്തിന്റെ പ്രതീകമാണ്. അവളുടെ ഉള്ളിലെയും പുറത്തെയും പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ഡൊമിനിക് അരുൺ നമ്മളോട് ചോദിക്കുന്നത് ലോകം നമുക്ക് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് എന്നതാണ്. കല്യാണി പ്രിയദർശന്റെ ഇതുവരെ കാണാത്ത ഒരു പ്രകടനം. അവളുടെ മുഖത്തിലെ പ്രതിബിംബങ്ങളിൽ മാത്രമല്ല, ശബ്ദത്തിലെ ചെറു വിറയലിൽ പോലുമുണ്ട് ലോകയുടെ സൗന്ദര്യം. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലോ മൊബൈൽ ഫോണിലോ പൂർണ്ണമായി പിടിച്ചെടുക്കാനാകില്ല. ഇത് തിയേറ്റർ അനുഭവത്തിനായി ജനിച്ച ചിത്രമാണ്. വലിയ സ്ക്രീനിൽ ആ മായാവി ദൃശ്യങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നും, ഇതാണ് സിനിമ. അത് അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ് മലയാളിക്കും ഇന്ത്യൻ സിനിമയ്ക്കും. ലോകയെ നാം ഒരു ഹിറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറവാണ്. ഇതൊരു പ്രതിഭാസമാണ്. മലയാള സിനിമയുടെ ഭാഷ തന്നെ മാറ്റുന്ന ഒരു ശ്രമം. പുതിയ തലമുറയ്ക്കായി, പുതിയ പ്രതീക്ഷയ്ക്കായി, പുതിയ ലോകത്തിനായി. മലയാള സിനിമയുടെ ചരിത്രത്തിന് ഇന്നൊരു പുതിയ അധ്യായം തുറന്നിരിക്കുന്നു, ലോക. അതിന്റെ പേര് കൊണ്ട് തന്നെ ഒരു വൻ ലോകം നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. അത് വെറും വിനോദമല്ല, ഒരു പ്രചോദനവുമാണ്. സ്വപ്നം കാണുന്ന സിനിമാക്കാർക്കും സ്വപ്നം കാണുന്ന പ്രേക്ഷകർക്കും സിനിമയുടെ അതിരുകൾ കടന്നുപോയ സ്വപ്നത്തിന്റെ താളത്തിൽ നിന്നുന്ന ഒരു മായാലോകം. അതാണ് ലോക.
ഇത് ഒരു തുടക്കം മാത്രമാണ്. മലയാള സിനിമയുടെ പുതിയ യാത്രയുടെ ആദ്യ വഴി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു പുത്തൻ വഴിത്തിരിവ്. ഹോളിവുഡ് നിലവാരമുള്ള മേക്കിംഗ്, മികച്ച പ്രകടനങ്ങൾ, ദുൽഖറിന്റെ ധൈര്യം, ഡൊമിനിക് അരുണിന്റെ ഉപമകളില്ലാത്ത അവർണ്ണനീയമായ സംവിധാനം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.